പൂവൻ കോഴിയുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധത്തിനെതിരെ പരാതി. കോൺഗ്രസ് പ്രവർത്തകനും മൃഗസ്നേഹിയുമായ മച്ചിങ്ങൽ ഹരിദാസാണ് പരാതി നൽകിയത്. ജീവനുള്ള കോഴികളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ശ്രീകുമാരൻ നമുക്കൊപ്പം ചേരുകയാണ്. ഇന്നലെ ആ പ്രതിഷേധം മാധ്യമ ശ്രദ്ധയൊക്കെ പിടിച്ചുപറ്റിയതാണ്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിലിപ്പോൾ ഒരു പരാതി വരുന്നു. എന്താണ് വിവരങ്ങൾ ശ്രീത്ത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകരാണ് കോഴിയുമായി, ജീവനുള്ള പൂവൻ കോഴികളും അതുപോലെ തന്നെ പിടക്കോഴികളും ഒക്കെയായി വന്നത്. അത് ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. പോലീസുകാർ തന്നെ ഈ സമരം തടയാൻ വലിയ പാടുപെട്ടു. കാരണം കോഴി ഏതെങ്കിലും തരത്തിൽ പോലീസുകാരുടെ ദേഹത്തേക്ക് വരുമോ എന്ന ഒരു ഭയമൊക്കെ പോലീസുകാർക്ക് ഉണ്ടായിരുന്നു. വനിതാ പോലീസുകാരാകെ വല്ലാത്തൊരു അവസ്ഥയിലാണ് അവിടുന്ന് പോയത്. അതിനുശേഷം ഒരു കോഴിയെ എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലെ ആ ബോർഡിൽ, ഓഫീസിന്റെ തൊട്ട് മുൻവശത്തെ ആ പ്രദേശത്തെ ആ ബോർഡിൽ കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ആ കോഴി ചത്തു എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അതായത് അത് നിയമപ്രകാരം ാണ് പറയുന്നത്. അത് ജീവനുള്ള കോഴികളെ പ്രദർശിപ്പിച്ച് അതിനെ പീഡിപ്പിച്ചു എന്ന കുറ്റമാണ് ഇപ്പോൾ മച്ചിങ്ങൽ ഹരിദാസ് ആരോപിക്കുന്നത്. മച്ചിങ്ങൽ ഹരിദാസ് മൃഗസ്നേഹിയാണ്, കൂടാതെ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയാണ്. എന്തായാലും ഈ പരാതി മൃഗസംരക്ഷണ വകുപ്പിനും അനിമൽ ഹസ്ബൻഡറിക്കും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നാണ് അല്പസമയം മുൻപ് മച്ചിങ്ങൽ ഹരിദാസ് വിളിച്ച് അറിയിച്ചിട്ടുള്ളത്. ഇനി ആ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാര്യമായ രീതിയിലുള്ള പരാതികൾ ഒന്നും തന്നെ വന്നിട്ടില്ലെങ്കിലും ഈ കോഴികളെ തൊട്ടപ്പോൾ ചോദിക്കാൻ ആളുണ്ട്. മച്ചിങ്ങൽ ഹരിദാസ് എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്. TK ശ്രീകുമാരൻ തുടരുക. ഈ പരാതിക്കാരനായ മച്ചിങ്ങൽ ഹരിദാസ് ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മച്ചിങ്ങൽ ഹരിദാസ്, താങ്കളൊരു പരാതി നൽകിയിട്ടുണ്ട്. എന്താണ് ആ പരാതിയുടെ ഉള്ളടക്കം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതിയുമായി സമീപിക്കാൻ തീരുമാനിച്ചത്? നമ്മുടെ രാജ്യത്ത് സമരങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ അവകാശങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പ്രതീകാത്മക സമരങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു ജീവനുള്ള ഒരു വസ്തുവിനെ കൊണ്ടുപോയി സമരം ചെയ്ത് അതിനെ കൊന്നു വഴിയിലിടുക എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്. അപ്പോ ഇങ്ങനെയുള്ള മൃഗങ്ങളെ കൊണ്ടുപോയി പ്രതീകാത്മക സമരങ്ങൾ നടത്തിയിട്ട് അതിനെ വഴിയിൽ ഉപേക്ഷിക്കുക, അതിന് ജീവനില്ലാതാക്കുക എന്ന് പറയുന്നത് എവിടെയും പറയുന്നില്ല. ഒരാളെയും കൊല്ലാൻ നമ്മുടെ രാജ്യത്ത് അനുവാദമില്ല. അത് മൃഗങ്ങളായാലും ശരി, പക്ഷികളായാലും ശരി, മനുഷ്യനായാലും ശരി. അപ്പോൾ ഒരു കോഴിയെ ഇവര് സമരങ്ങളുടെ ഭാഗമായി കുറച്ച് കോഴികളെ കൊണ്ടുപോയി അതിലൊരു കോഴി മരണപ്പെടുകയുണ്ടായി. അത് വാർത്തകൾ വന്നിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കാടത്തം ചെയ്തവർക്കെതിരെ ജന്തുദ്രോഹ നിവാരണ നിയമപ്രകാരം കേസ് എടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മൃഗസംരക്ഷണ വകുപ്പിന് കൊടുത്ത പരാതിയാണോ? മൃഗസംരക്ഷണ വകുപ്പിന്, അനിമൽ ഹസ്ബൻഡറിക്ക്, അതുപോലെ തന്നെ SP-ക്കും കൊടുത്തിട്ടുണ്ട്. പാലക്കാട് SP-ക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. താങ്കളൊരു കോൺഗ്രസ്സുകാരൻ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധങ്ങളിലുള്ള അമർഷത്തെ തുടർന്ന് പരാതിയുമായി സമീപിച്ചു എന്നൊരു വിമർശനം കൂടി ഉയർന്നു വരാമല്ലോ. താങ്കൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത് അതല്ല എങ്കിൽ കൂടി. അല്ല, എന്റെ വിഷയം ഉണ്ടാവും. എന്താ പറയാ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പെട്ടവരും പല പ്രശ്നങ്ങളിലും എല്ലാം പെട്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതിന് നടപടികൾ എടുക്കേണ്ടത് അതായത് പാർട്ടി നേതൃത്വമാണ്. പാർട്ടി നേതൃത്വം നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ സമരങ്ങളും ചെയ്യാം. നമുക്ക് സമരത്തിനെ ഒന്നും എതിർക്കുന്നില്ല. കാരണം ഒരു ആൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും സമരം ചെയ്യും. ഞാൻ സമരത്തിനെയല്ല എതിർത്തിരിക്കുന്നത്. ആ സമരം ചെയ്ത രീതിയിൽ ഇങ്ങനെ ഒരു പക്ഷിയെ അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറയുന്നത് ശരിയാണോ? അതാണ് എന്റെ ചോദ്യം. ഇന്നലെ വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ആ പ്രതിഷേധമൊക്കെ. പിന്നീട് ഇവർ ഈ കോഴിയെ വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു. അത് ചത്തുവെന്നാണോ വാർത്ത വന്നിരിക്കുന്നത്? കോഴി ചത്തു എന്ന് പറഞ്ഞ വാർത്തയാണ്. ആ വാർത്ത വന്നതിന്റെ കട്ടിംഗ് ഉൾപ്പെടെ എടുത്തിട്ടാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഫോട്ടോവും വിഷ്വലും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് ബന്ധപ്പെട്ടവർക്ക്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഹരിദാസ്, പരാതിക്കാരൻ, നമ്മളോട് സംസാരിക്കുകയായിരുന്നു. പൂവൻ കോഴിയുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA ഓഫീസിലേക്ക് മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് ഇപ്പോൾ പരാതിയുമായി കോൺഗ്രസ് പ്രവർത്തകനും മൃഗസ്നേഹിയുമായ മച്ചിങ്ങൽ ഹരിദാസ് രംഗത്തെത്തിയിരിക്കുന്നത്.